വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തൻ്റെ ദൂതരൻ്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം ബൈബിൾ പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഇത് ഒരു ഉറപ്പാണ്. മാറാത്ത ഒരു ദൈവം, വാക്ക് മാറാത്ത ദൈവം, വിശ്വസ്തനായൊരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് നമ്മുടെ ഉറപ്പാണ്, നമ്മുടെ പ്രത്യാശയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം 3.5 വർഷം യാത്ര ചെയ്ത അപ്പോസ്തലന്മാർ, യേശു കർത്താവിനോടുകൂടെ സഞ്ചരിച്ച ഒരു കൂട്ടം ജനങ്ങൾ, യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിച്ച മറ്റു പലർ, ഇങ്ങനെ ഒത്തിരി ആൾക്കാർ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതായ നിമിഷത്തിൽ ആ ഒലിവുമലയിൽ ശിഷ്യന്മാർ കാണുകെ യേശു കർത്താവ് മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ ഒരു വാഗ്ദത്തം മാനവകുലത്തിന് മുഴുവൻ നൽകി. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. വാസ്തവത്തിൽ അവരുടെ ഗുരുവും അവരുടെ രക്ഷിതാവുമായ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ, നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ ഒരിക്കലും മാറുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളുടെ നടുവിൽ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മളെ കരുതുന്നവരുണ്ട്, ഓർക്കുന്നവരുണ്ട്, മറക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, സ്നേഹം നടിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്, അറ്റ് എനി ടൈം, അറ്റ് എനി സർക്കംസ്റ്റാൻസസ്, ഐ നെവർ ചേഞ്ച്. ഞാൻ ഒരിക്കലും മാറുകയില്ല, എൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുന്നു. നമ്മുടെ വിശ്വസ്തതകൾ കൊണ്ടോ നമ്മുടെ നന്മകൾ കൊണ്ടോ അല്ല വാസ്തവമായും നമ്മൾ നിലനിൽക്കുന്നത്. യാക്കോബിന്റെ പുത്രന്മാരോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് നോട്ട് ബിക്കോസ് ഓഫ് യുവർ ഫാസ്റ്റിംഗ് ഓർ പ്രെയർ ഓർ എനിത്തിങ്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ നിങ്ങളുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യാക്കോബിന്റെ പുത്രന്മാരെ ഞാൻ മാറാത്ത ദൈവമായതുകൊണ്ടാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലൂടെ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ പറയുകയാണ്, മനുഷ്യർ നിങ്ങളെ മറന്നാലും അവർ മാറിപ്പോയാലും ദൈവം മാറുകയില്ല. ഒരിക്കലും അവൻ നിങ്ങളെ കൈവിടുകയില്ല, ഒരിക്കലും അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറഞ്ഞവനായ ദൈവം. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ ഒഴുകില്ല, നദികൾക്ക് നിന്നെ മുക്കുവാൻ കഴിയുകയില്ല, തീജ്വാലകൾക്ക് നിന്നെ കത്തിക്കുവാൻ കഴിയുകയില്ല, ആമീൻ, അഗ്നികുണ്ഡങ്ങൾക്ക് നിന്നെ ദഹിപ്പിക്കുവാനും കഴിയുകയില്ല.
സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. പെരുവെള്ളം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ആ പെരുവെള്ളത്തിലൂടെ നമുക്ക് പോകുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നദിയിലൂടെ കടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും ചിലപ്പോൾ അത് സാധ്യമായേക്കാം. പക്ഷെ ദൈവം പറയുന്നു, നദിയാണെങ്കിലും വലിയ പെരുവെള്ളമാണെങ്കിലും ഞാൻ കൂടെയുണ്ട്. തീയിലൂടെ നടക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. വേണമെങ്കിൽ തീയിലൂടെ നടന്നോടിപ്പോകാം. പക്ഷേ അഗ്നിജ്വാലകളുടെ ഇടയിലൂടെ പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ കത്തിച്ചു കളയും, മുഴുവനായി ദഹിപ്പിച്ചു കളയും. ദൈവം പറയുന്നു, തീക്കനലാണെങ്കിലും ഞാൻ കൂടെയുണ്ട്, അഗ്നിജ്വാലയാണെങ്കിലും ഞാൻ കൂടെയുണ്ട്, നദിയാണെങ്കിലും ഞാൻ കൂടെയുണ്ട്, പെരുവെള്ളമാണെങ്കിലും ഞാൻ കൂടെയുണ്ട്. നിന്റെ വിഷയം ചെറുതാണെങ്കിലും ഞാൻ കൂടെയുണ്ട്, നിന്റെ വിഷയം വലുതാണെങ്കിലും ഞാൻ കൂടെയുണ്ട്. ഒരിക്കലും ഞാൻ മാറുകയില്ല. ഐ നെവർ ലീവ് യു, ഐ നെവർ forsake you. കർത്താവിന്റെ ദാസൻ സ്റ്റീഫൻ ഈ വരികളാണ് ഇപ്പോൾ ഇവിടെ പാടിയത്. മാറാത്തവൻ, വാക്കു മാറാത്തവൻ, കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തവൻ. അതെ, ആ കർത്താവ് ഒരിക്കലും വാക്ക് മാറത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരി വാഗ്ദത്തങ്ങളുള്ളവരാണ്. നിങ്ങൾക്ക് ഒത്തിരി പ്രോമിസുകളുണ്ട്. ആ വാഗ്ദത്തമുള്ള നിങ്ങളെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഈ ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ ദൈവം ഒറ്റയ്ക്ക് നിങ്ങളോടൊപ്പം നിൽക്കും. ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെയില്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവരും നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഒരു ശക്തികൾക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് മാറാത്ത, വാക്ക് മാറാത്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം.